ശ്രീ ജി വി ഹരി, ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ അത് പന്തീരാങ്കാവിലെ ഒറ്റമുറി ഓഫീസാണ്. അത് പൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കാണിച്ചതാണ്. ഇതൊരു ഷെൽ കമ്പനിയാണോ എന്നുള്ള സംശയം ഉയർന്നിട്ടുണ്ട്. മറ്റൊന്ന് സോളസ് എന്ന് പറയുന്ന പരസ്യ കമ്പനിയാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അവിടേക്കും കുറേ പണം ഒഴുക്കിയതായൊക്കെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പ് ഫണ്ട് അടക്കം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഈ വലിയ അഴിമതി പണത്തിൻ്റെ ഒഴുക്ക് ഉണ്ടായി. അപ്പോൾ അത് നേരത്തെ തന്നെ ഈ വിഷയം വന്നപ്പോൾ പിണറായി വിജയൻ്റെ കെയർ ഓഫിലാണ് വീണ വിജയന് ഇത്തരത്തിൽ കോടികൾ ഒഴുകിയെത്തിയത് എന്നുള്ള കാര്യം വന്നു. ഇപ്പോൾ അന്വേഷണം വിപുലമാക്കിയപ്പോൾ മുഹമ്മദ് റിയാസിലേക്ക് കൂടി ഈ അന്വേഷണം എത്തുകയാണ്. മുഹമ്മദ് റിയാസിനടക്കം ഹവാല ഇടപാടുകൾ എന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. മുഹമ്മദ് റിയാസിൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നത് എന്നതുകൂടി നമ്മൾ ഇതോടെ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. ഓക്കെ, ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ മെയിൽ, അതായത് ഈ 2026 മെയിൽ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് ED അവരുടെ HDFCയുടെ ഒരു അക്കൗണ്ട്, അവരുടെ തന്നെ 15 ലക്ഷം രൂപയുടെ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2-3 പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനിലെ ഒരു പാർട്ട്ണറായിരുന്നു വീണ വിജയൻ. അതോടൊപ്പം തന്നെ ഈ ലേക്കർ ഇന്ത്യയിലെ വീണയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഏകദേശം 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പറയുന്ന കമ്പനിയിൽ, താങ്കൾ ഇവിടെ സൂചിപ്പിച്ച ആ ഒരു ഷെൽ കമ്പനിയിൽ ഉണ്ട് എന്നുള്ളതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ EDയുടെ മുമ്പിലുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം, എക്സാലോജിക്ക് പോലൊരു കമ്പനിയല്ല ഈ ലേക്കർ ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. ഈ കമ്പനി എന്ന് പറയുന്നത് ഒരുപാട് ബിസിനസ്സുകൾ നടത്തുന്ന, വിവിധങ്ങളായിട്ടുള്ള ബിസിനസ്സുകൾ കൈകാര്യം ചെയ്യുന്ന, പ്രത്യേകിച്ച് വിദേശ നിന്നൊക്കെ പണം സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് അവർക്കുള്ളത്. അപ്പോൾ അതിനകത്ത് 10 ലക്ഷം രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ, നേരത്തെ ഇവിടെ ചോദിച്ചല്ലോ 20 കോടി രൂപയിലേക്ക് എത്തി നിൽക്കും. നമ്മൾ 2.78 കോടി രൂപയും പിന്നീട് 1.78 കോടിയും അത് കഴിഞ്ഞ് പിന്നെ 2.78 കോടിയായിട്ടൊക്കെ പറയുമ്പോൾ ഇവിടെ 20 കോടി രൂപ, അതിൽ 85 ലക്ഷം രൂപ വിദേശത്തേക്ക് ഹവാല പണം ആയി അയച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒഫൻസാണ്. ഇപ്പോൾ നേരത്തെ ഒരു കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റി എന്നുള്ള ഇഷ്യൂ മാത്രമല്ല ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിപ്പോൾ ജോർജ് സാർ ഒരു ആശങ്ക സൂചിപ്പിച്ച, അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചാണ്. അതായത് ജോർജ് സാർ പറഞ്ഞ പോലെ ED ഒരു പ്രസ് റിലീസ് എന്തുകൊണ്ട് പുറത്തു വരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ലെവലിലൊരു അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് അദ്ദേഹം പറഞ്ഞെങ്കിലും, ED ഇപ്പോൾ മാത്രമല്ല, നേരത്തെ ഇവിടെ ഗോകുൽ പറഞ്ഞ വളരെ കൃത്യമാണ്, എല്ലാ കേസുകളിലും അവരെ പുറത്തിറക്കാറില്ല. പക്ഷേ ജനശ്രദ്ധ ആകർഷിക്കുന്ന, പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ പബ്ലിക് ഡിസ്കഷനിലേക്ക് വരുന്നതായിട്ടുള്ള വിഷയങ്ങളിൽ എല്ലാ കാലത്തും ED കൃത്യമായി തന്നെ അവരുടെ പ്രസ് റിലീസുകൾ കൊടുത്തിട്ടുണ്ട്. കാരണം ജനം ഇത് വളരെ താല്പര്യത്തോടുകൂടി, ആകാംക്ഷയോടുകൂടി ഇതിൻ്റെ അന്വേഷണത്തെ കാത്തിരിക്കുന്നത് കൊണ്ട് അത് അവരൊരു സ്വാഭാവിക പ്രക്രിയയായിട്ട് പുറത്തിറക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള ഒരു പ്രത്യേകതയും ഞാൻ കാണുന്നില്ല. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം, ഈ പത്രക്കുറിപ്പിൽ പുറത്തു വരുന്നത് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല. CPMനെ സംബന്ധിച്ചിടത്തോളം, ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇതൊരു ഹവാല കേസായിട്ട് പോവുകയാണെങ്കിൽ, അദ്ദേഹം 2 പ്രശ്നങ്ങളാണ്. നേരത്തെ അദ്ദേഹത്തിൻ്റെ മകൾ മാത്രമാണെങ്കിൽ ഇപ്പോൾ മരുമകൻ, മുൻ മന്ത്രി, CPMൻ്റെ പ്രധാനപ്പെട്ട, DYFIയുടെ പ്രധാനപ്പെട്ട നേതാവ്, CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവ്, സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള റിയാസ് കൂടി ഇപ്പോൾ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം. രാജിവെച്ച് ഇതിനകത്തൊരു കേസും ഇല്ലെങ്കിൽ, ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ അപ്പോൾ തിരിച്ചു വന്നോട്ടെ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ഇവിടെ നമ്മളെങ്ങനെയാണ്, ഇവിടെ വലിയ വിവാദങ്ങളിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇല്ലാത്ത കേസ് ഉണ്ടാക്കി, ആ കേസിനകത്ത് ഇവിടെ തിരുവനന്തപുരത്ത് 2 ദിവസം ആളുകളെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെയുള്ള സമരം നടത്തിയിട്ടുള്ള ആളുകളാണ് CPM. ഇപ്പോൾ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള, അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, വെറുതെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണെങ്കിൽ, ഇത് റിയാലിറ്റിയിലേക്ക് ഒരു ഏജൻസി അന്വേഷിച്ചതിന് ശേഷം ആ ഏജൻസിയുടെ പ്രസ് റിലീസിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ വിവരങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ അദ്ദേഹത്തിന് ഈ സ്ഥാനം തുടർന്നിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു അല്പം ഉളിപ്പ് അത് ബാക്കി ഇനിയും ഉണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരരുത്. അദ്ദേഹത്തിൻ്റെ മകളാണ്, വേറെ ആരുമല്ല. അദ്ദേഹത്തിൻ്റെ മകൾ കുടുങ്ങിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെയല്ലെങ്കിൽ അദ്ദേഹം തള്ളിപ്പറയാൻ തയ്യാറാവണം. അദ്ദേഹം പറയണം, ഈ മകൾ ഞാനുമായിട്ടൊരു ബന്ധമുള്ള ആളല്ല, അദ്ദേഹം ഒരു സ്വതന്ത്രമായി, ഇനിയിപ്പോൾ വരാൻ പോകുന്നൊരു ക്യാപ്സ്യൂൾ ചിലപ്പോൾ ഇതായിരിക്കും, അവർ 18 വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിയായിട്ടുള്ള സ്വന്തമായി കുടുംബമുള്ള ആളെന്നൊക്കെ ഉള്ളതായിരിക്കും. പക്ഷെ സ്വന്തമായി കുടുംബമുള്ള ആളെന്ന് പറയുമ്പോൾ പക്ഷേ അതൊന്നുമല്ല ശ്രീ ജി വി ഹരി. ഞായറാഴ്ച
കോഴിക്കോട് മുതലക്കുളത്ത് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് CPM. അതാണ് ഞാൻ പറഞ്ഞത്. ഉപദ്രവിക്കുന്നു, അതായത് മറ്റേ കേന്ദ്ര ഇടപെടൽ, കേന്ദ്രവേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചു ചേർക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് CPM. അല്ലെ, അതെല്ലാം അപ്പോഴും പ്രശ്നം എന്താണെന്നറിയോ? പ്രശ്നം ഇപ്പോൾ ഈ ലേക്കർ ഇന്ത്യ ഇപ്പം നമുക്ക് നേരത്തെ ഇപ്പോൾ വീണയ്ക്ക് മാത്രമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് ഈ എന്താണ് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലും CMR-ലും ഒക്കെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ CMR-ലും അതോടൊപ്പം എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയും ഒക്കെ തന്നെ ഈ ലേക്കർ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഈ ഇപ്പം 3 പേരുടെ കണക്ഷൻ ഇതിനകത്ത് കൃത്യമായിട്ട് അന്വേഷിക്കപ്പെടും. ഒന്ന് എക്സാലോജിക്ക്, CMRL, എക്സാലോജിക്ക്, ലേക്കർ ഇന്ത്യ. ഇത് 3മായി ബന്ധപ്പെട്ട് വരുമ്പോൾ വരുമ്പോൾ 4ാമത് ഒരു വ്യക്തി കൂടി, പിണറായി വിജയനും വീണാ വിജയനും കൂടാതെ 3ാമതൊരു വ്യക്തി കൂടി ഉയർന്നു വരികയാണ്. ഇപ്പോൾ ആരാണ്? ഇതിപ്പോൾ ചിത്രത്തിലേ ഇല്ലാതിരുന്ന മുഹമ്മദ് റിയാസ് കൂടി ഇതിനകത്തേക്ക് ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും CPM വലിയ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ CPM-ന് ഇതുവരെ വീണ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, പിണറായി വിജയൻ ഇതിനകത്ത് ഇൻവോൾവ് അല്ല. അത് ഇപ്പോൾ പക്ഷേ വീണയുടെ ഭർത്താവ്, മുൻ മന്ത്രി, സംസ്ഥാന CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഇതിനകത്ത് അംഗമായി ഇതിനകത്തൊരു വിഷയമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അവരിലേക്ക് അന്വേഷണം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും CPM ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഒരു സംശയം വേണ്ട. നേരത്തെ പാർട്ടിക്ക് ഇതിനകത്ത് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ ED കേസിൽ ഏറ്റവും അവസാനമായിട്ട് ഒരു വീണയെ തള്ളി പറഞ്ഞിട്ടില്ല, എന്നാൽ പോലും അത്തരത്തിലേക്ക് കൈ കഴുകാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പിണറായി വിജയനോടൊപ്പം വീണാ വിജയനോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസ് കൂടി ചിത്രത്തിലേക്ക് വരുമ്പോൾ, ഈ കേസിൻ്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് തന്നെ കേരളത്തിൽ ഉയർന്നു വരും. അതുകൊണ്ട് തന്നെ അതിന് ഉത്തരം പറയാൻ ശ്രീ പിണറായി വിജയൻ ബാധ്യസ്ഥനാണ്. അതോടൊപ്പം തന്നെ CPM ബാധ്യസ്ഥരായിട്ട് വരും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട.